ഇതാ കുറുവ പിൻവലിഞ്ഞപ്പോൾ ഇറാനി. കുപ്രസിദ്ധ മോഷണ സംഘം ഇറാനി ഗ്യാങ് ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ. നെടുങ്കണ്ടത്തെ ജ്വല്ലറി മോഷണം നടത്തുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് രണ്ടുപേർ പിടിയിലായത്. ദക്ഷിണേന്ത്യയിൽ വിവിധ മോഷണ കേസുകളിൽ പ്രതികളായവരെയാണ് നെടുങ്കണ്ടം പോലീസ് പിടികൂടിയത്. നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിലെ സ്റ്റാർ ജുവലറിയിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്നവരിടെയാണ് തമിഴ്നാട് മധുര സ്വദേശികളായ ഹൈദർ, മുബാറക് എന്നിവർ പിടിയിലായത്. ആഭരണങ്ങൾ നോക്കുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കടയുടമ ഉടൻ തന്നെ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിനിടെ കൂടെയുണ്ടായിരുന്ന മുബാറക് കടയിൽ നിന്ന് ഇറങ്ങിയോടി. അപ്പുറത്തിരുന്ന ആള് എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞ അടിയിരിക്കാമെന്ന് കാണിച്ചതാ എന്നും പറഞ്ഞ് കൗണ്ടറിന് മുകളിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്ന പോലെ നിന്നു, ചരിഞ്ഞു നിന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഡെപ്പിക്കാത്ത സാധനങ്ങൾ തപ്പുന്ന കൂട്ടത്തിൽ ഇവൻ ആ ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് അവൻ്റെ പാൻറ്റിൻ്റെ പൊക്കലിലേക്കാക്കി. നെടുങ്കണ്ടത്ത് നിന്ന് ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച മുബാറക്കിനെ ശാന്തമ്പാറ പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ഇവർ തമിഴ്നാട് ഇറാനി ഗ്യാങ്ങിലെ അംഗങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് എല്ലാ രീതിയിലുള്ള മോഷണ രീതികളും അവർക്കുണ്ടെന്നാണ്. റോബറി ഉൾപ്പെടെയുള്ള പിടിച്ചുപറി, റോബറി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള മോഷണം ഉൾപ്പെടെ ഇവർക്ക് ഉണ്ടെന്നാണ് നമ്മൾ അറിവായിട്ടുള്ളത്. ഇവർ പല ഗ്യാങ്ങുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഇവരുടെ പ്രവർത്തന മേഖലയുണ്ട്. 2-3 പേർ അടങ്ങുന്ന ചെറുസംഘങ്ങളായി തിരിഞ്ഞാണ് ഇറാനി ഗ്യാങ്ങിന്റെ മോഷണം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇറാനി ഗ്യാങ് സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറികളിൽ മോഷണം നടത്തിയത് ഇവരുടെ സംഘമാണെന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി.